മണ്ണുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപ് എക്കൽ മണ്ണ്, കറുത്ത മണ്ണിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെങ്കൽ മണ്ണാണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. മൺസൂൺ മഴയുടെ സാന്നിധ്യമാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളാൻ സഹായിക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ ഈ മണ്ണിന് കുറവാണ്. ഇരുമ്പിന്റെ ഓക്സൈഡും പൊട്ടാഷ്യം കൊണ്ട് സമ്പന്നമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. തേയില, കാപ്പി, റബ്ബർ, മരിച്ചിനി, കശുവണ്ടി പോലുള്ള കൃഷിക്ക് അനുയോജ്യമാണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവന്ന നിറം നൽകുന്നത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ജൈവാംശം കുറവുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ചുവന്ന മണ്ണും മഞ്ഞ മണ്ണും, റെഡ് ആൻഡ് യെല്ലോ സോയിൽ. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പരൽ ആകൃതിയിലെ ആഗ്നേയശിലയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ചുവന്ന മണ്ണ്. ഛത്തീസ്ഗഡ്, ഒഡീഷ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഒമിനിബസ് ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ചുവന്ന മണ്ണ്. ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറം കാണപ്പെടുന്നത് പരലാകൃതമായ ശിലയിൽ നിന്നും കായേന്ദ്രീയ ശിലയിൽ നിന്നും വേർപെടുന്ന ഇരുമ്പിന്റെ സാന്നിധ്യം മൂലമാണ് ഈ മണ്ണിന് ചുവന്ന നിറം നൽകുന്നത്. കൂടുതൽ ഇൻഫോർമേഷനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.